ആണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. അവിടെ പരിശോധിക്കും തിരിച്ചു വരുന്നുള്ളതല്ലാണ്ട് അത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ബിജെപിയുടെ അസ്വസ്ഥതയാണ്. രാഹുല് കൈ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് രാഹുൽ റോബോട്ടൊന്നും അല്ലല്ലോ. ഒരു സ്ഥലത്ത് കയറി ചെല്ലുക, അവിടെ കാണാം, അവിടെ ചെന്നിട്ട് പ്രചരണം നടത്തുന്നൊന്നും അല്ലല്ലോ. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രസംഗിക്കുന്നില്ലല്ലോ. വരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളോട് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നൊന്നുമില്ലല്ലോ. ആൾക്കാരെ കണ്ടാൽ ചിരിക്കും, കയറും, കണക്ക് വയ്ക്കും, തിരിച്ചു വരും എന്നുള്ളതല്ലാതെ CPM പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ തരത്തിലുള്ള ആരോപണം ആര് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി CPM പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക? എന്തൊക്കെയാ ഇപ്പൊ വെണ്ണക്കരയിൽ ഒരു ബൂത്തിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് നോക്കുമ്പോൾ ആർക്കാണ് മെജോറിറ്റി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് ആർക്കാണ് ഒരു നേട്ടം? ആർക്കും കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കുന്ന അധികം UDFന്റെ വോട്ടർമാരാണ് അവിടെ ബൂത്തിൽ നിൽക്കുന്നതിലധികവും. അപ്പം പിന്നെ അവരവിടെ BJPക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവർ മുഴുവനായിട്ട് സമാധാനത്തോടെ വോട്ട് ചെയ്യരുത് എന്നുള്ളത്. ആ ആഗ്രഹമാണ് അവരവിടെ പ്രകടിപ്പിച്ചത്. അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നതിന് തടയേണ്ട കാര്യം എന്താ? ഏത് കാൻഡിഡേറ്റാണ് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാത്ത? ഏത് കാൻഡിഡേറ്റാണ് ഏത് കാൻഡിഡേറ്റിന്റെ ചീഫ് ഏജന്റാണ് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാത്ത? അപ്പം BJPക്ക് അവിടെ അസ്വസ്ഥതയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനി പോൾ ചെയ്യാനുള്ള വോട്ടുകൾ UDFന്റേതാണെന്നുള്ള തരത്തിലുള്ള ഒരു വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. BJP പ്രവർത്തകർ മാത്രമല്ല CPM പ്രവർത്തകരും പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. അത് അവരാണ് മറുപടി പറയേണ്ടത്. BJPയുടെ പ്രതിഷേധത്തിന്റെ ഒപ്പം അവർ കൂടേണ്ട കാര്യം എന്താന്ന്? കഴിഞ്ഞ ശക്തമായ പ്രതിഷേധമാണ് ആ ഭാഗത്തുണ്ടായത്. സ്ഥാനാർത്ഥിക്ക് നേരെ ശക്തമായ പ്രതിഷേധമാണ് CPM BJP പ്രവർത്തകർ ഭാഗത്തുണ്ടായത്. അല്ല, അവർക്കത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ, അവർക്കത് ഉണ്ടാവണമല്ലോ. അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ. അല്ല, ഞങ്ങൾക്ക് സംഘർഷമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഇനി പോൾ ചെയ്ത വോട്ടൊന്ന് പിന്നെ ഇനിയിപ്പം സംഘർഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ആ പോൾ ചെയ്ത വോട്ടൊന്ന് എണ്ണി തന്നാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ബൂത്തിലെ വെണ്ണക്കരയിലെ ആ ബൂത്തിലെ ആർക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? അല്ല, അത് എന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കണം. ഇതിപ്പോ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഇതാ ചുമ്മാ അസ്വസ്ഥത. ഞങ്ങൾക്ക് ഇനിയിപ്പോ രാഹുൽ കൈവീശി കാണിച്ചു അവിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു സെക്കൻഡ്. ഞങ്ങൾക്ക് ഇനി സംഘർഷത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ വോട്ട് എണ്ണി തന്നാൽ മതി. ആവശ്യമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കാം. മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം കൂടി. വെണ്ണക്കര വിഷയത്തിൽ നമ്മൾ 48-ാം നമ്പർ ബൂത്തിലെ തർക്കത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിഷയത്തിലേക്ക് കൂടി പോവുകയാണ്. സാനിയ മനോമി, സരിൻ എന്താണ് പറയുന്നത്?